തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് ആരംഭിച്ചു. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. നിതിൻ ഗഡ്കരി, അർജുൻ റാം മേഘ്വാൾ, കിരൺ റിജിജു, ചിരാഗ് പാസ്വാൻ, കനിമൊഴി, കരുണാനിധി, കാർത്തി ചിദംബരം, കെ അണ്ണാമലൈ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും രാജസ്ഥാനിലെ 12 മണ്ഡലങ്ങളിലും ഉൾപ്പെടെയാണ് ഇന്ന് വിധി എഴുതുക. കോടി വോട്ടർമാർ ആദ്യഘട്ടത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. 1.87 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയോടെയാണ് വോട്ടെടുപ്പ്. വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയത്തിൽ വിവിധ സംസ്ഥാനങ്ങൾക്കനുസരിച്ച് മാറ്റമുണ്ടാകും. 102 മണ്ഡലങ്ങളിലുമായി 1625 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തമിഴ്നാട്ടിൽ 950 സ്ഥാനാർത്ഥികളാണ് 39 സീറ്റുകളിൽ ജനവിധി തേടുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമനുസരിച്ച് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ 51 എൻഡിഎയും 48 ഇന്ത്യ സഖ്യം പാർട്ടിയുടെയും സീറ്റിംഗ് സീറ്റാണ്. കൂടുതൽ സീറ്റുകൾ ഉറപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഇരുമുന്നണികളും പ്രചാരണം നടത്തുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 സ്വാതന്ത്ര്യവും സുതാര്യവുമായി പൂർത്തിയാക്കാൻ കേരളത്തിൽ 50 തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ പ്രവർത്തിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ വ്യക്തമാക്കിയിരുന്നു. 20 പൊതുനിരീക്ഷകരും 20 ചെലവ് നിരീക്ഷകരും 10 പോലീസ് നിരീക്ഷകരുമാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. ഓരോ ലോക്സഭാ മണ്ഡലത്തിനും ഒരാൾ വീതം പൊതുചെലവ് നിരീക്ഷിക്കുകയും 2 മണ്ഡലങ്ങൾക്ക് ഒരാൾ വീതം പോലീസ് നിരീക്ഷിക്കുകയുമാണുള്ളത്. ഇതര സംസ്ഥാന കേഡറുകളിലുള്ള IAS, IRS, IPS ഉദ്യോഗസ്ഥരാണ് ഈ 3 വിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നത്. മാർച്ച് 3 മുതൽ തുടങ്ങിയ നിരീക്ഷകരുടെ പ്രവർത്തനം വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ തുടരും. അതാത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓഫീസ് തുറന്നാണ് പ്രവർത്തനം. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കുന്നതുവരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇവർ പ്രവർത്തിക്കുക. ഒബ്സർവേഴ്സ് പോർട്ടൽ വഴി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ടാണ് ഇവർ റിപ്പോർട്ട് നൽകുന്നത്. നിരീക്ഷകർ നൽകുന്ന വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രം ലഭ്യമാക്കുന്നതും രഹസ്യ സ്വഭാവമുള്ളതുമായിരിക്കും. ജനാധിപത്യ നിയമത്തിലെ അനുച്ഛേദം 20B പ്രകാരം നിയോഗിക്കപ്പെട്ട നിരീക്ഷകർക്ക് വിപുലമായ അധികാരങ്ങളാണുള്ളത്. വോട്ടെണ്ണൽ നിർത്തിവെക്കാൻ ഭരണാധികാരികൾക്ക് നിർദ്ദേശം നൽകാൻ വരെ നിരീക്ഷകർക്ക് അധികാരമുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും മണ്ഡലങ്ങളിൽ പാലിക്കേണ്ടതുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിലും സ്വാതന്ത്ര്യവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കലുമാണ് നിരീക്ഷകരുടെ ഉത്തരവാദിത്തം. പൊതുനിരീക്ഷകർ മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കപ്പെടുന്നുണ്ടെന്നും ലംഘനങ്ങൾ നടപടിയെടുക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുകയും ചെയ്യുമ്പോൾ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷിക്കുന്നത് ചെലവ് നിരീക്ഷകരാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടം, നാമനിർദ്ദേശ പത്രികാ സമർപ്പണം, സൂക്ഷ്മ പരിശോധന, ചിഹ്നം അനുവദിക്കൽ, പോസ്റ്റൽ ബാലറ്റ് വിതരണം, സുരക്ഷാ സംവിധാനങ്ങൾ വിന്യസിക്കൽ, റാൻഡമൈസേഷൻ, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തുടങ്ങിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രക്രിയകളുടെ നിരീക്ഷകരുടെ കർശന നിരീക്ഷണത്തിലായിരിക്കും നടക്കുക. പൊതുജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരാതികൾ നിരീക്ഷകർക്ക് നേരിട്ടും ഫോണിലൂടെയും നൽകാം. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം, സ്വാതന്ത്ര്യവും നീതിപൂർവവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പിന് വിഘാതമാവുന്ന പ്രവൃത്തികൾ, മതസ്പർദ്ധയ്ക്കിടയാക്കുന്ന പ്രവർത്തനങ്ങൾ, പ്രസംഗങ്ങൾ, സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യ ചെയ്യൽ തുടങ്ങിയ പരാതികൾ പൊതുജനങ്ങൾക്ക് നിരീക്ഷകർക്ക് നൽകാവുന്നതാണ്. തെരഞ്ഞെടുപ്പിൽ പണം, മദ്യം, പാരിതോഷികങ്ങൾ, ഭീഷണി, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ വോട്ടർമാർ സ്വാധീനിക്കുകയോ ജനാധിപത്യത്തിന്റെ അന്തസ്സിനെ കളങ്കപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രവർത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആവശ്യമായ നിയമ നടപടികളുടെ നിരീക്ഷകർ സ്വീകരിക്കും. ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നതിൽ മോദി സർക്കാരിലെ 8 കേന്ദ്രമന്ത്രിമാരാണ് ഉൾപ്പെടുന്നത്. 2 മുൻ മുഖ്യമന്ത്രിമാരും 1 മുൻ ഗവർണറും ഇന്ന് ജനവിധി തേടുന്നുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി മഹാരാഷ്ട്രയിലെ നാഗ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത്. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രി കിരൺ റിജിജു അരുണാചൽ വെസ്റ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നു. കായിക മന്ത്രി സർബാനന്ദ അസമിലെ ദിബ്രുഗഡിയിലാണ് മത്സരിക്കുന്നത്. ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ മന്ത്രി സജീവ് ബലിയാനിയും ഉദ്ധംപൂരിൽ നിന്ന് മന്ത്രി ജിതേന്ദ്ര സിംഗും മത്സരിക്കുന്നു. ഭൂപേന്ദ്ര യാദവ് ആൾവാറിലും അർജുൻ റാം മേഘ്വാൾ രാജസ്ഥാനിലെ മിഗ്നോർ മണ്ഡലത്തിലും എൽ മുരുകനും തമിഴ്നാട്ടിലെ നീലഗിരിയിലും ജനവിധി തേടുന്നു. ചെന്നൈ സൌത്ത് മണ്ഡലത്തിൽ തെലങ്കാന ഗവർണർ സ്ഥാനം രാജിവെച്ച തമിഴ്സൈ സൗന്ദരരാജൻ ജനവിധി തേടുന്നുണ്ട്. തമിഴ്നാട്ടിലെ 39നും രാജസ്ഥാനിലെ 12നും പുറമെ പോണ്ടിച്ചേരിയിലെയും ലക്ഷദ്വീപിലെയും ഓരോ മണ്ഡലത്തിലും ഇന്നാണ് വിധിയെഴുത്ത്. അതീവ സുരക്ഷയിലാണ് രാജ്യത്ത് 1ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. നക്സൽ വേട്ട നടന്ന ഛത്തീസ്ഗഡിലെ ബസ്തറിൽ വോട്ടെടുപ്പിന് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും
സുരക്ഷാ സംവിധാനവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുമുണ്ട്.